നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG-യും യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടം ഏറ്റവും അധികം തവണ നേടിയ റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലൂയിസ് എൻറിക്കയോടൊരു ചോദ്യം: എങ്ങനെയുണ്ട് റയലിനെതിരെയുള്ള കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? റയൽ മാഡ്രിഡിൻ്റെ ഈ ടീം എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിനെതിരെ കളിക്കുക എന്നുള്ളത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്, അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതേസമയം ഈ റയൽ മാഡ്രിഡ് ടീമിനെ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമുക്കറിയാം, അവർക്ക് എല്ലാ ക്വാളിറ്റിയുമുണ്ട്, അതുപോലെ വളരെ സ്ട്രോങ്ങുമാണ്. ഇതാണ് എനിക്ക് റയൽ മാഡ്രിഡ് ടീമിനെ കുറിച്ച് പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ലൂയിസ് എൻറിക്കയെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡ്രിഡിൻ്റെ എതിരാളികളായ FC ബാഴ്സലോണയെ പരിശീലിപ്പിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതേസമയം പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം ഈ രണ്ട് ടീമുകളുടെയും ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡിൽ 1991 മുതൽ 96 വരെയുള്ള 5 വർഷക്കാലം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 96 മുതൽ 2004 വരെ അദ്ദേഹം FC ബാഴ്സലോണയിലും കളിച്ചിട്ടുണ്ട്. കോച്ചായിട്ട് 2014 മുതൽ 2017 വരെ ബാഴ്സയെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ഞാനൊരു ബാഴ്സ മെമ്പറാണ്. ഞാനൊരു ബാഴ്സ മെമ്പറാണ്. റയലിനെതിരെ ഏറ്റുമുട്ടുമ്പോൾ അതെപ്പോഴും വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പോരാട്ടമാണ്. വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കിടിലൻ പോരാട്ടമാണ്. PSG സംബന്ധിച്ചിടത്തോളം ഡിഫൻസിലെ ചില താരങ്ങൾക്ക് റെഡ് കാർഡിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. എന്നാൽ പോലും അവരുടെ കരുത്തൊന്നും ചോരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. റയലാവട്ടെ മികച്ചൊരു പ്രകടനം നടത്തി വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതോടൊപ്പം PSG വേഴ്സസ് കിലിയൻ എംബാപ്പെ എന്ത് സംഭവിക്കും? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.